പ്രസവിച്ച അമ്മയ്ക്കാണ് അവകാശം. മറ്റുള്ളവരൊക്കെ വെറും നോട്ടക്കാരാ. അതൊക്കെ എങ്ങനെയാ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അവൾ എന്താ പറഞ്ഞെന്നറിയോ? ആര് കൊണ്ടുപോയാലും എത്ര ദൂരെ കൊണ്ടുപോയാലും അവള് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് തന്നെ എത്തുന്നു. അമ്മ മരിച്ചിട്ട് അച്ഛൻ തനിച്ച് മക്കളെ വളർത്തി വലുതാക്കുന്നതൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും കാണാൻ ബുദ്ധിമുട്ടാ. അതും വീണ ഇത്ര പകയോടെ ഹരിയോട് പെരുമാറിയിട്ടും. എന്തെങ്കിലും പറഞ്ഞാൽ വീണയ്ക്ക് പറയാനുള്ളത് അവളുടെ നേട്ടങ്ങളെക്കുറിച്ച്. സത്യം പറഞ്ഞ അവളുടെ അഹങ്കാരം കാണുമ്പോൾ എന്തെങ്കിലും ചെയ്താലോ തോന്നും. ലോകത്തിന്റെ നെറുകയിലെത്തിയ പോലെ അവളുടെ സംസാരം. അമ്മവൻ ചെയ്തതാ തെറ്റ്. ആ സ്വത്തെല്ലാം കൂടി എഴുതി അവളുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ അവൾ ഇങ്ങനൊരു ആവശ്യമേ പറയില്ലായിരുന്നു. അമ്മാവൻ പറയുന്നത് ഒരു കണക്കിന് ശരിയല്ലേ? സ്വത്തൊക്കെ അമ്മാവന്റെ പേരിലാണെങ്കിലും അതൊക്കെ ഹരി അധ്വാനിച്ചതല്ലേ? അവൻ അതിന്റെ അവകാശം കൊടുക്കണ്ടേ? എന്തിനാ അമ്മേ കുറെ ഭൂമിയും കെട്ടുകണക്കിനും പണവും കിട്ടിയിട്ട് മനസ്സമാധാനം ഇല്ലെങ്കിൽ തീർന്നില്ലേ? ഇന്നവര് തിരിച്ചു വരട്ടെ. ഞാൻ നിർബന്ധിക്കാം. ഉള്ളതൊക്കെ വീണയ്ക്കങ്ങ് കൊടുത്തേക്കാം. ആ തീരുമാനത്തിന് എന്തായാലും രാമകൃഷ്ണേട്ടനെ കിട്ടില്ല. സത്യത്തില് നമുക്കൊന്നും അല്ല മോളെ പ്രശ്നങ്ങള്. ഈ മനുഷ്യരുടെ ജീവിതം തീരുമാനിക്കുന്നത് ദൈവമാണെന്ന് പറയുന്നില്ലേ? ഈ ദൈവത്തിന് എവിടെയാ പിഴച്ചു പോകുന്നത്? മനസ്സിൽ നന്മയുള്ളവരൊക്കെ സങ്കടപ്പെട്ടിരിക്കുക, തിന്മയ്ക്ക് വേണ്ടി ജനിച്ചവരൊക്കെ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്തൊരു ലോകം തന്നെ. എന്തൊക്കെ സംഭവിച്ചാലും കലികാലല്ലേ എന്ന് ആളുകൾ വിചാരിക്കും. അതുകൊണ്ടങ്ങ് പൊരുത്തപ്പെടും അമ്മേ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹൃദയം തകർന്ന് ഹരിയും അമ്മാവനും തിരിച്ചു വരേണ്ടി വരരുത്. ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നടക്കുമെന്നല്ല, പക്ഷേ എന്നെ കൊണ്ടാവുന്നത് ഞാനും. പിന്നെ എന്റെ പ്രാർത്ഥനയുണ്ട്. ചിലപ്പോ ഒരു കാര്യം ഫലിക്കും അമ്മേ. അതെന്താ? അവര് തിരിച്ചു വരട്ടെ, വലിച്ചാൽ ഞാൻ പറയാം.